നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സിപിഎം സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്ര കമ്മിറ്റി നടത്തിയ രൂക്ഷ വിമർശനവും തിരുത്തൽ ഫോർമുലയും ഒരക്ഷരം എതിർപ്പില്ലാതെ അംഗീകരിച്ച് സംസ്ഥാന കമ്മിറ്റി. തോൽവിക്ക് ഉത്തരവാദികളുണ്ടെന്നും സംസ്ഥാന നേതൃത്വത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്നുമുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ റിപ്പോർട്ട് പൂർണ്ണമായി അംഗീകരിച്ചെങ്കിലും പാർട്ടിക്കുള്ളിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇനി ബാക്കിയാകുന്നത്. സെപ്റ്റംബർ 13 മുതൽ 15 വരെ കോഴിക്കോട് ചേരുന്ന വിശാല സംസ്ഥാന സമിതി യോഗം വരെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് തൽസ്ഥിതി തുടരാമെങ്കിലും വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. 2 ദിവസത്തേക്ക് നിശ്ചയിച്ചിരുന്ന നിർണായക സിപിഎം സംസ്ഥാന സമിതി യോഗം ഒറ്റ ദിവസം കൊണ്ട് വെട്ടിച്ചുരുക്കി അവസാനിപ്പിച്ചത് പാർട്ടി വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു പ്രധാന അജണ്ടയെങ്കിലും ആഴത്തിലുള്ള ചർച്ചകൾ ഒഴിവാക്കാനും പിണറായി വിജയൻ എന്ന നേതാവിനോടുള്ള ഭയവും അതൃപ്തിയും തുറന്നു പറയാൻ നേതാക്കൾ മടിച്ചതുമാണ് യോഗം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ഇടയാക്കിയതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി നേരത്തെ തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട 4 വിലയിരുത്തലുകളിലാണ് കേന്ദ്ര കമ്മിറ്റി നിർണായകമായ തിരുത്തലുകൾ വരുത്തിയത്. തങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വം വെട്ടിത്തിരുത്തിയിട്ടും യാതൊരു എതിർപ്പുമില്ലാതെ അത് തലകുനിച്ച് അംഗീകരിക്കുകയാണ് സംസ്ഥാന നേതാക്കൾ ചെയ്തത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നയവൈകല്യങ്ങളും നിലപാടുകളുമാണ് തിരിച്ചടിക്ക് പ്രധാന സങ്കീർണതകൾ സൃഷ്ടിച്ചതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തിരുത്തലുകൾ. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഈഴവ സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശങ്ങളെ ശക്തമായി എതിർത്തില്ലെന്ന തിരുത്തലാണ് കേന്ദ്ര കമ്മിറ്റി പ്രധാനമായും ഉന്നയിച്ചത്. അതിനും പുറമെ പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾ തന്നെ വെള്ളാപ്പള്ളിയെ പരസ്യമായി അനുകൂലിച്ച് പരാമർശം നടത്തിയത് കടുത്ത വീഴ്ചയാണെന്ന് കേന്ദ്ര കമ്മിറ്റി നിരീക്ഷിച്ചു. ഇത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമായെന്ന കണ്ടാണ് റിപ്പോർട്ടിൽ കേന്ദ്രം പുതിയ കൂട്ടിച്ചേർക്കൽ നടത്തിയത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചരണം ഉണ്ടായെന്ന സംസ്ഥാനത്തിന്റെ വാദവും കേന്ദ്ര കമ്മിറ്റി പൊളിച്ചെഴുതി. ആഗോള അയ്യപ്പ സംഗമത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് ഗുരുതരമായ നയപരമായ വീഴ്ചയാണെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. തീവ്ര വലതുപക്ഷ നിലപാടുള്ള നേതാവിന്റെ സന്ദേശം വേദിയിൽ വായിച്ചത് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കിയെന്നും എല്ലാം നശിപ്പിച്ചതും ഈ നടപടിയാണെന്നാണ് വിലയിരുത്തൽ. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാദേശികമായ തർക്കങ്ങൾ ഉയർന്നപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയെന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യ നിലപാട്. എന്നാൽ ഈ വീഴ്ച തിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായില്ലെന്നും നേതാക്കളുടെ പിടിവാശിയാണ് തളിപ്പറമ്പിൽ തിരിച്ചടിച്ചതെന്നും കേന്ദ്ര കമ്മിറ്റി തിരുത്തി. നേതാക്കളുടെ ഈ തോന്നിയാസത്തെ ചോദ്യം ചെയ്യാൻ സംസ്ഥാന സമിതി തയ്യാറായില്ല. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI ഉയർത്തിയ വിമർശനങ്ങൾ തെറ്റായ പ്രചരണത്തിന് വഴിവെച്ചു എന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റി കുറ്റപ്പെടുത്തിയത്. എന്നാൽ ഇടതുമുന്നണിയിൽ കൂട്ടായ ചർച്ചകൾ ഇല്ലാത്തതും ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് കേന്ദ്രം ചൂണ്ടിക്കാണിച്ചു. മുന്നണി മര്യാദകൾ ലംഘിച്ചതാണ് CPIയെ ചൊടിപ്പിച്ചതെന്നും കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുത്തി.